കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ചന്ദ്രൻ, ആകാശഗോളങ്ങളിലെ സുന്ദരി, കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച. നിലാവിൻ്റെ മാസ്മരിക ഭംഗിയെ വർണ്ണിക്കാത്ത കവികളുണ്ടോ? നിലാവിനെ സ്നേഹിക്കാത്ത മനുഷ്യരുണ്ടോ? ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹം. തിങ്കളെന്നും അമ്പിളി അമ്മാവനെന്നും സ്നേഹത്തോടെയുള്ള വിളികൾ. കുഞ്ഞുങ്ങളുടെ കൂട്ടുകാരനായി കൽപ്പാന്തകാലത്തോളം ചന്ദ്രൻ അങ്ങനെ തന്നെ ഉണ്ടാവും. ഏവർക്കും ചാന്ദ്രദിന ആശംസകൾ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ പ്രിയോർ. ഞാൻ ആൻഡ്രിയ മെൻഡസ്. ഞാൻ ലയന മഹേഷ്. 90 സ്റ്റുഡൻസിനും രാഗി ടീച്ചറിനുമൊപ്പം സൈനിങ് ഇൻ. കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ഉരുട്ടിവെച്ച വെണ്ണ പോലെ, അമൃത കുംഭം പോലെ ശരീരത്തിനും മനസ്സിനും കുളിർമ തരുന്ന കാഴ്ചയാണ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ ഉള്ളിലിരിക്കുന്ന മാനിനെ കൊണ്ടുതരാം, മുയലിനെ പിടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അമ്മ എത്രയോ രാത്രികളിൽ നമ്മെ ചോറ് കഴിപ്പിച്ചിരുന്നു. അതൊക്കെ സുഖമുള്ളൊരോർമ്മ. ഒരു ചാന്ദ്രദിന കവിത ചൊല്ലി അവതരിപ്പിക്കുന്നു ലയന. മാനത്തുണ്ടൊരു വെള്ളിത്താലം, താലത്തിനൊരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. മാനത്തുണ്ടൊരു വെള്ളിത്താലം, താലത്തിനൊരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. ലാലല്ല 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 ലാലല്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ നോക്കും, നമ്മൾ നടക്കുമ്പോൾ കൂടെ നടക്കും. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ നോക്കും, നമ്മൾ നടക്കുമ്പോൾ കൂടെ നടക്കും. നമ്മൾ ഓടുമ്പോൾ കൂടെ ഓടും, നമ്മൾ ചാടുമ്പോൾ കൂടെ ചാടും. നമ്മൾ ഓടുമ്പോൾ കൂടെ ഓടും, നമ്മൾ ചാടുമ്പോൾ കൂടെ ചാടും. മാനത്തുണ്ടൊരു വെള്ളിത്താലം, താലത്തിനൊരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. അന്തിവിളയിൽ മാനത്ത് പൊങ്ങും, നേരം വെളുക്കുമ്പോൾ കാണൂല. അന്തിവിളയിൽ മാനത്ത് പൊങ്ങും, നേരം വെളുക്കുമ്പോൾ കാണൂല. വിണ്ണിലെ താരങ്ങൾക്കിടയിലൂടെ ഓടി ഒളിക്കുന്നൊരമ്മാവൻ, വിണ്ണിലെ താരങ്ങൾക്കിടയിലൂടെ ഓടി ഒളിക്കുന്നൊരമ്മാവൻ. മാനത്തുണ്ടൊരു വെള്ളിത്താലം, താലത്തിനൊരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. അഗ്നിച്ചിറകുണ്ടായിരുന്ന ശാസ്ത്രജ്ഞൻ, ഇന്നും ഏവരുടെയും ഓർമ്മകളിൽ അഗ്നി പോലെ ജ്വലിച്ചു നിൽക്കുന്ന ശാസ്ത്രജ്ഞൻ അബ്ദുൽ കലാം. ഒരു അനുസ്മരണ പ്രസംഗം ബൈ അയന. കുരുന്നുകളെ സ്വപ്നം കാണിക്കാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, ഇന്ത്യ കണ്ട എക്കാലത്തെയും എളിമയും ദീർഘവീക്ഷണമുള്ള രാഷ്ട്രപതി. അങ്ങനെ വിശേഷണങ്ങൾ അനവധിയാണ്. ആവുൽ പാക്കീർ ജൈനുൽ അബദീൻ അബ്ദുൽ കലാം എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ സാങ്കേതിക വിദഗ്ധൻ, എഞ്ചിനീയർ, എഴുത്തുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങി ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ. മിസൈൽ സാങ്കേതികവിദ്യയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന കലാമിനെ വിശേഷിപ്പിക്കുന്നു. 2002 അദ്ദേഹം രാഷ്ട്രപിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. തൻ്റെ ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായി. അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ധൻ മാത്രമായിരുന്നില്ല, രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാമിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രചോദനം നൽകുന്നവയാണ്.
2015 ജൂലൈ 27-ന് 84-ാം വയസ്സിൽ ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗത്തിനിടയിലുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മഹാമനുഷ്യൻ്റെ മുന്നിൽ കൈകൾ കൂപ്പാം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ചാന്ദ്രദിന ക്വിസിനായി കുറച്ച് ചോദ്യോത്തരങ്ങൾ പരിചയപ്പെട്ടാലോ? നമ്മുടെ GKയും വളരും. ക്വിസിൽ സമ്മാനവും നേടാം. ചോദ്യോത്തരങ്ങളുമായി അനുശ്രീ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ആരാണെന്നറിയുമോ? ഡോക്ടർ വി നാരായണൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? വിക്രം സാരാഭായ്. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ആഗസ്റ്റ് 23. NVS-02 മിഷൻ ഡയറക്ടർ ആരാണ്? തോമസ് കുര്യൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ്? S മോഹനകുമാർ. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? P വീരമുത്വേൽ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണെന്നറിയുമോ? സുനിത വില്യംസ്. ISROയുടെ ആദ്യ ചെയർമാൻ ആര്? വിക്രം സാരാഭായ്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി. ഒരു സുന്ദരഗാനവുമായി എത്തുന്നു ലൈന മഹേഷ്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങൾ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈറൻ മൂടി കോന്തിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട്, അത്തിമരത്തോപ്പിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നന്നീളം കാറ്റ്, കണ്ണാടി പുഴയിലെ പൂന്തിരകൾ. നാമല്ലോ തീരത്തെ ഓളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ. പാരിതിൽ നാം പോയിടാം, വിണ്ണതി പോലൊഴുകി നാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. നീൽ ആംസ്ട്രോങ്, മുഖവുര ആവശ്യമില്ലാത്ത വ്യക്തിത്വം. ഇവിടെ ഒരു ഇന്റർവ്യൂവിനായി നീൽ ആംസ്ട്രോങ് എത്തുന്നു ജിസ്മിതയുടെ ശബ്ദത്തിലൂടെ. ചോദ്യങ്ങളുമായി വൈകാം. നമസ്കാരം നീൽ ആംസ്ട്രോങ്. അങ്ങ് ആദ്യമായി ചന്ദ്രനിൽ കാൽ കുത്തിയ വ്യക്തിയാണ്. അങ്ങയുടെ അനുഭവം ഞങ്ങളുമായി പങ്കുവെക്കാമോ? തീർച്ചയായും. അത് ശരിക്കും മറക്കാനാവാത്ത ഒരനുഭവമായിരുന്നു. അന്ന് ചന്ദ്രനിലിറങ്ങിയപ്പോൾ തോന്നിയത് അത് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടമായിരുന്നു. അങ്ങ് പറഞ്ഞ പ്രശസ്തമായ വാക്കുകൾ, ചെറിയൊരു കാൽ വെച്ച് മാനവരാശിക്കും വലിയൊരു കുതിച്ചുചാട്ടം. ആ വാക്കുകൾ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? അത് ഞാൻ ചന്ദ്രനിലിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഞാൻ പറഞ്ഞതാണ്. അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതായിരുന്നു. അങ്ങ് ചന്ദ്രനിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് എന്തായിരുന്നു? ഞാൻ എൻ്റെ കുടുംബത്തെയും രാജ്യത്തെയും ശാസ്ത്രലോകത്തെയും കുറിച്ചാണ്
എന്നാണ് ചിന്തിച്ചത്. അതുപോലെ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. അങ്ങ് ഒരുപാട് ശാന്തതയോടെ ഈ ദൗത്യം പൂർത്തിയാക്കി. ആ ശാന്തതയുടെ രഹസ്യം എന്താണ്? പരിശീലനവും ആത്മവിശ്വാസവുമാണ് അതിന് കാരണം. അതുപോലെ എൻ്റെ കൂടെയുള്ളവരെ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അങ്ങയുടെ ഈ മഹത്തായ ഉദ്യമവും കാൽവെപ്പും ഞങ്ങളെപ്പോലുള്ള പുതുതലമുറയ്ക്ക് ഒരു മാതൃകയാകട്ടെ. ഒരു സംഘഗാനത്തിൻ്റെ അടിപൊളി ഈണവുമായി ആൻഡ്രിയ ആൻഡ് ആഗ്നസ്. കണ്ണോട് കണ്ണായിടാം, മെയ്യോട് മെയ്യായിടാം, കാതോരം പാടിയോ അനുരാഗം തേടിയോ, മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ. കണ്ണോട് കണ്ണായിടാം, മെയ്യോട് മെയ്യായിടാം, എന്നാലും നമ്മളൊന്നായിടും, കരളിൽ നീയും വാനോളം പോന്നതാ. എന്നാലും നമ്മളൊന്നായിടും, കരളിൽ നീയും വാനോളം പോന്നതാ. നിന്നെപ്പോലെ ആരുമില്ല മണ്ണിൽ വരാതെയോ, ഓളങ്ങളായി കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും. നന്നാളിലും കണ്ണീരിലും ഒന്നായി നാമെന്നും. കണ്ണോട് കണ്ണായിടാം, മെയ്യോട് മെയ്യായിടാം, കാതോരം പാടിയോ അനുരാഗം തേടിയോ, മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ. കണ്ണോട് കണ്ണായിടാം, മെയ്യോട് മെയ്യായിടാം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. പാശ്ചാത്യ ക്ലാസിക്കൽ പാരമ്പര്യത്തിലെ പ്രധാന സംഗീത ഉപകരണമാണ് വയലിൻ. പരിശീലനം തപസ്യാക്കിയാൽ മാത്രം മനോഹരമാകുന്ന വയലിൻ തന്ത്രിനാഥം. അന്ന ജോസഫ് മീട്ടുന്ന വയലിൻ ശ്രുതി കേൾക്കാം. വാർത്ത വായിക്കുന്നത് 9 ഡേയിൽ നിന്ന് ആനന്ദ് ബി. 2025-26 അധ്യയന വർഷത്തിലെ ഫസ്റ്റ് മിഡ് ടേം എക്സാമിനേഷൻസ് ജൂലൈ 14 ആരംഭിച്ച് ജൂലൈ 17 അവസാനിച്ചു. ജൂലൈ 12 മലാല ദിനം ജൂലൈ 14 തിങ്കളാഴ്ച വിവിധ പരിപാടികളോടെ സമൂചിതമായി ആചരിച്ചു. കുട്ടികളെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരും മിൽമയും ചേർന്ന് നടപ്പിലാക്കുന്ന മിൽമ എറ്റ് സ്കൂൾ എന്ന പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം സ്കൂളിൽ നടന്നു.
ഔട്ട്ലെറ്റ് തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. ഇതോടെ സ്കൂൾ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ഇനിയുമേറെ പരിപാടികൾ അണിഞ്ഞൊരുങ്ങുന്നു റേഡിയോ പ്രിയോറിനായി. അണിയറയിൽ അവയെല്ലാമായി ഞങ്ങൾ വീണ്ടും വരും അടുത്തയാഴ്ച. കാത്തിരിക്കാം, കാതോർക്കാം. ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം വിട പറയുന്നു. രാഗി മിസ്സും 90 സ്റ്റുഡൻസും സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം. കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ